കഴിഞ്ഞൊരു വർഷം മുമ്പേ കാൽവരി മൗണ്ടിലെ കല്യാണത്തണ്ട് മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നീലക്കുറിഞ്ഞി കാണാനായിട്ട് ആദ്യമായിട്ട് പോയതാണ് കേട്ടോ ഞാൻ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് നീലക്കുറിഞ്ഞിയല്ല മേട്ടുക്കുറിഞ്ഞിയാണെന്നുള്ള സത്യം. പക്ഷേ നീലക്കുറിഞ്ഞി കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത്തവണ നീലക്കുറിഞ്ഞി മൂന്നാറിനെ വിസ്മയമാക്കാൻ നീലക്കുറിഞ്ഞി പൂത്തു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് എവിടേക്കാണെന്നൊന്ന് നോക്കാം. ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്നത് നീലക്കുറിഞ്ഞിയാണെന്നാണ് ട്ടോ പറയുന്നത്. ഇതൊക്കെ മേട്ടുക്കുറിഞ്ഞിയാണ് ട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മേട്ടുക്കുറിഞ്ഞിയുടെ വീഡിയോ ആണ്. മൂന്നാറിൽ ഇനി വിരിയാൻ പോകുന്നത് നീലക്കുറിഞ്ഞിയാണെന്നാണ് ട്ടോ അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം, കണ്ടറിയാമല്ലേ. ഈ നീലക്കുറിഞ്ഞി കാണാൻ വരുമ്പോഴേ പലരും ഒരു കാര്യം ചെയ്യാറുണ്ട്. ഈ പൂക്കൾ പറിക്കുകയും അതേകൂട്ട് തന്നെ ഈ ചെടികൾ തന്നെ ഇതിൻ്റെ വേരോടുകൂടി പിഴുതു കൊണ്ടുപോവുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊരു നല്ലൊരു കാര്യമല്ല ട്ടോ. കാരണം ഈ സസ്യം വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു സസ്യമാണ്. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സസ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ഇനിയും നമുക്ക് ഇതേപോലുള്ള നീലവസന്തം കാണാൻ സാധിക്കുകയുള്ളൂ. അത് വരും തലമുറകൾക്ക് വേണ്ടിയും നമ്മൾ കരുതണം. അപ്പോൾ ഈ കാഴ്ചകൾ ഇനിയും നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാനുണ്ട്. ഇത് നമ്മൾ പറിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. നമ്മളുടെ വീടുകളിൽ കൊണ്ടുവച്ചാൽ ഇതൊന്നും പിടിക്കുകയുമില്ല, ഇത് നശിച്ചു പോവുകയും ചെയ്യും. അതേ സമയത്ത് അത് ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഇനിയും 12 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ ചെടികൾ പൂക്കും. ഇനിയും നമുക്ക് ആ നീലവസന്തം ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ നമ്മളുടെ മൂന്നാറിൽ നീലക്കുറിഞ്ഞി പൂക്കുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ട്ടോ. മൂന്നാറിനോട് ചേർന്നുള്ള ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, കുണ്ടുമല എന്നിവിടങ്ങളിലാണ് വിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ മുഴുവൻ ചെടികളും പൂക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ തന്നെ ചൊക്രമുടിയിൽ നീലക്കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ചെടികൾ മാത്രമേ പൂത്തിട്ടുള്ളൂ. അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മുഴുവനും പൂത്തിട്ട് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ നീലക്കുറിഞ്ഞി കാണണമെന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂർ ഭാഗങ്ങളിലെ പല മലനിരകളിലും നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. അവിടേക്ക് പക്ഷേ ആരെയും കയറ്റിവിടുന്നില്ല. അകന്ന് നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആന ഇറങ്ങുന്നു എന്ന കാരണത്താൽ ഫോറസ്റ്റുകാർ നമ്മളെ അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. അതുകൊണ്ട് അകന്ന് നിന്ന് കാണാനായിട്ട് ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൂന്നാറിൽ നമുക്കായിട്ട് നീലവസന്തം വരുന്നുണ്ട്. നീലക്കുറിഞ്ഞികൾ പൂക്കാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. ആ നീലവസന്തം എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അവിടെ ചെന്നാൽ അത് പറിക്കാതെ നശിപ്പിക്കാതെ നോക്കുക. ആ നീലവസന്തം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാം.